അധികം പൈസ ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുടിയൊന്ന് സ്മൂത്തനിങ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും കാണുന്ന രണ്ട് സാധനം തന്നെയാണ്. എന്താണെങ്കിലും ഇവിടെ നിത്യം ഉപയോഗിക്കുന്ന സാധനം കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. അഥവാ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കണേലും വലിയ പൈസ ചിലവൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആട്ടോ എൻ്റെ ഹെയർ. പിന്നെ ഇപ്പോൾ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊക്കെ മുടിയുടെ ടെക്സ്ചറിന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് പിന്നെയും പഴയ പോലെ തന്നെ ആവും. അതായത് പണ്ടത്തെ ചങ്ങരം പിന്നെയും തെങ്ങി തന്നെ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ തോന്നുന്നു, അങ്ങനെ ഒരു പഴമൊഴിയുണ്ട്. അപ്പോൾ എന്താണേലും മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ട് ഒന്ന് സ്മൂത്തനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പാക്കാട്ടോ. അപ്പം ഈ ഒരു പാക്ക് ഞാൻ ചെയ്യാൻ നേരത്ത് വളരെ ആർഭാടത്തിന്, എൻ്റെ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാനിങ്ങനെ ഇതേവരെ ആർഭാടം കാണിച്ചിട്ടേ ഇല്ല. അങ്ങനെ എടുത്തു വെച്ചൊരു പൂവാട്ടോ കോളാമ്പിയുടെ. അപ്പോൾ അതാണ്ട് കിടക്കുന്ന 25 വയസ്സാണ്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതിനകത്തും വിഷമുണ്ടെന്ന്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിൽ എടുത്ത് വെച്ച സ്ഥിതിക്ക് ഞാൻ അതിനെ പറ്റിക്കൊണ്ടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈരാട്ടോ. അപ്പോൾ തൈര് ഉപയോഗിക്കുന്നതുകൊണ്ട് തലയിൽ നരയൊക്കെ ഇങ്ങനെ വരും എന്നൊക്കെ പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ തൈര് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ തലമുടിയിലെ ഈർപ്പമൊക്കെ നിലനിർത്താനും, അതായത് അതിങ്ങനെ ഡ്രൈ ആയി പൊട്ടിപ്പോകാനും അങ്ങനെ അധികം സമ്മതിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ തലയൊട്ടിയിലെ pH വാല്യൂ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ല കേട്ടോ തൈര്. മുടി വളരാനും നമ്മുടെ താരനൊക്കെ ഒന്ന് മാറാനും മുടി ഒഴിച്ചിലില്ലാതാക്കാനും മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ അതായത് നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കേട്ടോ. അത് തന്നെ എടുക്കണം. നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലേലും നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമുക്ക് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ അതിന് മുന്നേ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നുള്ള പാക്ക് ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാനും നമ്മുടെ ടാനൊക്കെ ഒന്ന് മാറാനും നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിലൂടെ ആഡ് ചെയ്തിട്ട്, ഓയിൽ ആഡ് ചെയ്യാതെ വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഓയിലൂടെ ആഡ് ചെയ്തിട്ട് ഈ പാക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ നല്ല വോളിമൈസ്ഡ് ആയിട്ടൊക്കെ കിടക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെയർ ഫോളൊക്കെ ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്കൊരു വീക്ക്ലി 1 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണിത്. പിന്നെ ഞാനാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഹെയർ കെയർ വീഡിയോസ് ചെയ്യാൻ പഠിക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ഇതാട്ടോ. കാരണം രാവിലെ എണ്ണിട്ട് കുളിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ എന്താണെങ്കിലും ഒരു ചാനൽ തുടങ്ങിയല്ലേ, അതെങ്ങനെയും ഒന്ന് പച്ചപിടിപ്പിച്ചെടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ വന്ന് നിന്ന് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നാണെങ്കിലും ആദ്യം നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിരിക്കണം കേട്ടോ. കെട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ ഏത് പാക്കാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ മുടിയിൽ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടൊക്കെ പാക്ക് കയറിയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് തന്നെ ഭയങ്കര പാട്. അത് കഴിഞ്ഞിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്കാൽപ്പിനും ഹെയറിലും എല്ലാം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കരുത് കേട്ടോ. ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ല ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം കൂടുതലൊക്കെ മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന മുടി കണ്ടപ്പോഴാട്ടോ ഓർത്തത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇത് വെട്ടിയിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? എനിക്ക് സ്ട്രൈറ്ററും കുന്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മുടി ഇപ്പോഴും ഇങ്ങനെ ചുരുണ്ട് പൊങ്ങി എപ്പോഴും ഇങ്ങനെ മണ്ടയ്ക്ക് കുത്തിയിരിക്കും. എനിക്കാണെങ്കിൽ ചെറിയ ചെറിയ ക്ലിപ്പ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ ഇപ്പം സമയം. പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിയത് പറ്റി. അപ്പോൾ എന്താണെങ്കിലും ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചീക്കിയൊന്ന് കിടക്കുന്നുണ്ട്. കാരണം എൻ്റെ പെട്ടെന്ന് കെട്ടി വീഴുന്ന മുടിയാട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്കാൽപ്പിലും ഹെയറിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അറിയാമല്ലോ നമ്മളിങ്ങനെ സ്മൂത്തനിങ് അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഹെയറിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അഥവാ പാക്ക് തികഞ്ഞില്ലെങ്കിൽ വലുതായിട്ട് സ്കാൽപ്പിലോട്ട് പോയില്ലെങ്കിലും ഹെയറിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയൊക്കെ ഈ ഒരു പാക്ക് വെക്കാം. അത് നമ്മുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ തുമ്മലൊക്കെ വരത്തില്ല, പനിയൊക്കെ പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ വരെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം. അത് അത്രയൊന്നും പറ്റില്ലെങ്കിൽ അരമണിക്കൂർ വരെയെങ്കിലും വെക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും സംശയമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഷാമ്പു ചെയ്യണമെന്ന്. ഇപ്പം ഞാൻ മണപ്പിച്ച് നോക്കിയാണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇൻസ്റ്റൻറ്റിൻ്റെ കാപ്പിപ്പൊടിയുടെ കാപ്പി കുടിക്കാൻ. ബ്രൂവോ നെസ്കഫേ അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിൻ്റെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്റ്റൻറ്റ് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഇട്ടിട്ടുള്ള കാപ്പി കുടിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് സെക്ഷൻ മുടി എടുത്തിട്ട് അതിങ്ങനെ വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ മുടിയിലൊക്കെ നന്നായിട്ട് പറ്റിക്കോളുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാമ്പു യൂസ് ചെയ്യണമെന്നൊരു സംശയം വരും. എനിക്ക് തോന്നിയേക്കുന്ന ഷാമ്പു യൂസ് ചെയ്താലേ കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്.